ഇവിടെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ആ കുട്ടി വളരെ ബെറ്ററാണ്, നന്നായിട്ട് സംസാരിക്കാനാണ് സംസാരിക്കുന്നത്. അത് പിന്നെ നല്ല നല്ല പുസ്തക വായനയുള്ള പുസ്തക വായനയുള്ള നല്ല പഠിച്ച കുട്ടിയാണ്. അല്ല ഇതിനിപ്പോ ഒരുപാട് കാലഘട്ടങ്ങൾ ഞങ്ങൾ ഒപ്പം സംസാരിക്കാൻ പോകലായിരുന്നു. ശരി, അന്നൊക്കെ ഞാനും നല്ലോണം സംസാരിക്കും. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നാറുണ്ടോ? അത് പിന്നെ എൻ്റെ സ്വന്തം കുട്ടികളെ മാതിരിയല്ല എല്ലാവരും. അതെ. അല്ല ഇപ്പം ഞങ്ങളോട് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ കാര്യം രാഷ്ട്രീയം ചോദിക്കരുത്, ഇലക്ഷനെ കുറിച്ച് ചോദിക്കരുത് എന്നൊക്കെയാണ്. പക്ഷേ ഈ ശരീരം ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംരക്ഷണയിൽ ആണ് ഈ ഇതെല്ലാം ഈ രംഗത്ത് ഇവിടം വരെ എത്തിച്ചത്. തീർച്ചയായിട്ടും അത് മറന്നിട്ട് ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ രാഷ്ട്രീയം, ഉമ്മയോട് രാഷ്ട്രീയം ചോദിക്കുമ്പോൾ എന്താ പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിനകത്ത് വേറൊന്നുമില്ല. കാരണം നന്ദികേടെന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാനും പറ്റില്ലല്ലോ. നന്ദികേട് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അതെ, അതിന് എന്നോട് നന്ദികേട് കാണിച്ചിട്ടില്ലല്ലോ. എനിക്കിപ്പോൾ അവർ ചെയ്യുന്ന അവർ പിന്നെ ഇവിടെ ഇപ്പം ഇത്രയും കാലം പിന്നെ ഗവൺമെൻറ് ഭരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ. അതിനുശേഷം ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പാവപ്പെട്ട മനുഷ്യരും കയറ്റി സ്റ്റേജ് കയറ്റി ഒപ്പം ഇരുത്തിയിട്ട് സംസാരിക്കുന്ന ആളാണ് ഇയാൾ, ഇപ്പോഴത്തെ നമ്മളുടെ മുഖ്യമന്ത്രി. ഞങ്ങളൊക്കെ ഞാൻ ഏത് നേരത്തും അവരുടെ കൂടെ ആ സ്റ്റേജിലുണ്ടാവും. അങ്ങനെയാണ് ഞാൻ നിന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് പിന്നെ ഈ ശാരീരികമായിട്ടുള്ള ഈ വെല്ലുവിളി അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട്, എന്നാലും എവിടെ ഉണ്ടോ അവിടെ പോവും. ഞാൻ പോയിട്ട് അവിടെ കേട്ടിട്ടിരിക്കും. സ്റ്റേജിൽ കയറിയിരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇത് കേട്ടോളാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറയാൻ പറഞ്ഞാൽ ഞാൻ കുടുങ്ങൂലേ. അപ്പോൾ ഇപ്പം അല്ല പറയുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഇത് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ഓർമ്മകളിലേക്ക് പോകും, പഴയ ഓർമ്മകളിലേക്ക്. ആരെയൊക്കെ കൂടുതൽ അറിയാവുന്ന അതല്ല, ഈ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെയാണ്. ഇപ്പോൾ എത്ര ആളാണ്, കോൺഗ്രസ് ഉണ്ട്, RSS ഉണ്ട്, BJP ഉണ്ട്, പിന്നെ വേറെ മറ്റേ ഇയാളെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന്, പക്ഷേ ലീഗുകാർക്ക് വരെ എന്നെ ഇഷ്ടമാണ്. കുഞ്ഞാലിക്കുട്ടിക്കൊന്നും അല്ല കേട്ടോ, കുഞ്ഞാലിക്കുട്ടിക്ക് പേടിയാ. കുഞ്ഞാലിക്കുട്ടിക്കാർ പിന്നെ അത് വളരെ ചെറുപ്പകാലത്ത് തന്നെ കത്തിയൂരിയ ആളാണ്. സ്നേഹമാണ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നിലമ്പൂരിന്റെ ഒരു പേര് നിലനിർത്തുന്നത്. നിങ്ങൾ നിലമ്പൂരിനെ കുറിച്ച് ആര് ചിന്തിച്ചാലും നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന പേര് മനസ്സിൽ കൂടെ എങ്കിലും ഒന്ന് പാഞ്ഞു പോകാതിരിക്കും. അത് അങ്ങനെ ഒരു കൊടി അവിടെ നാട്ടി വെക്കാൻ പറ്റിയല്ലോ. അതേ ജീവിതത്തിലെ ഒരു വലിയ മക്കൾക്കൊക്കെ എന്നും ഞാൻ ഇന്നാളുടെ പിൻഗാമിയാണെന്ന് പറയാനുള്ളൊരു ഇത് കിട്ടുകൊടുത്തത് കാര്യം തന്നെയാണ്. അത് എല്ലാ സ്വത്തിനെക്കാട്ടിലും വലുത് തന്നെ, വിലയുള്ളതാണ്. തീർച്ചയായിട്ടും മക്കളെ അംഗീകരിക്കുക പറഞ്ഞാൽ അല്ലേ. EMS ഒക്കെ ആ കാലഘട്ടത്തിൽ നമ്മളെ വീട്ടിൽ വന്നിരിക്കും. EMS ഇവരൊക്കെ പിന്നെ അവരാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നെ അടിക്കാനും വീറൊക്കെ വരുമ്പോൾ അതിൽ ഇവരൊക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കോലായൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഒരാളും വരുമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു നന്നായിട്ട് അന്നത്തെ ആ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് നാടകം എന്ന് പറഞ്ഞാൽ പിന്നീട് കളിച്ചത്. പിന്നെ ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ്, അത് ഡോക്ടർ ഉസ്മാനെ എഴുതിയിട്ടുണ്ട്. ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ശരിയായിട്ട് ഒരൊറ്റയ്ക്കാണ്. ഈ ഇന്ത്യയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്ത് നോക്കുമ്പോൾ മുസ്ലിം വനിത സ്റ്റേജിൽ അഭിനയിക്കുന്ന ഏക വനിതയാണ്. മുസ്ലിം വനിത അതുപോലെ ആപ്റ്റാണ്. മറ്റേ നാടകം എഴുതുമ്പോ ഇജ്ജയ്ക്ക് പിന്നെ വേറെ പണി നോക്കിക്കൂടെ അല്ലേ എന്നുള്ളതായിരുന്നു. അങ്ങനെ രണ്ടാമത് വന്നപ്പോ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് ആ നാടകം എഴുതി. അങ്ങനെ കുറേ നാടകങ്ങൾ. അപ്പം നിലമ്പൂർ ബാലൻ അദ്ദേഹത്തിൻ്റെ പിന്നെ അന്ന് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം പിന്നെ അയമ്മക്ക പിന്നെയും കുറേ കാലം ജീവിച്ചിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ നിലമ്പൂർ ബാലൻ കുറേ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്ക്
അദ്ദേഹം നല്ല പിന്നെ നിലമ്പൂർ ബാലൻ കഥാപ്രസംഗമല്ലായിരുന്നു, ശരി? അല്ല പ്രസംഗം, ആ രാഷ്ട്രീയ പ്രസംഗം, രാഷ്ട്രീയ പ്രസംഗം. അപ്പം അത് കേട്ടുകല്ലേ ഞങ്ങളൊക്കെ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്കൊക്കെ പ്രസംഗിക്കാൻ കഴിയുന്നത്. ശരിയായിട്ടും അന്ന് രക്ഷയ്ക്ക് എത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണോ? ആ കമ്മ്യൂണിസ്റ്റ് വിശ്വാസം അങ്ങനെ? ആ വിശ്വാസം അത് തന്നെയാണ്. അന്ന് രക്ഷയ്ക്ക് അവരെ ഉണ്ടായിരുന്നു. അന്ന് രക്ഷിക്കാൻ അവരെ ഉണ്ടായിരുന്നുള്ളൂ. അവരല്ലെങ്കിൽ ഞങ്ങളില്ല. കലയും സംസ്കാരവും മനുഷ്യനോട് മനുഷ്യത്വത്തോട് പെരുമാറുന്ന ആളുകൾ അവരാണ്. മറ്റതല്ല. അവരും ഒരു സമ്പത്തിനെ മാത്രം സ്നേഹിക്കുന്ന ആളുകളായിരുന്നു. അന്ന് ഇവിടെ ഇടവണ്ണ ഒരു വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഏത് നേരം ഞങ്ങളെ കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു. ലീഗാണ് അവരൊക്കെ, ലീഗായിരുന്നു അവരൊക്കെ. എങ്ങനെയൊക്കെയാണ് ഇവരെ നശിപ്പിക്കേണ്ടതെന്നുള്ള നിലയിൽ. പക്ഷേ അതിനൊക്കെ ഇങ്ങനെ രണ്ട് ഭാഗത്ത് കൈ കോർത്ത് പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ അഭിനയിക്കാൻ കയറുന്നത്. മാഹിയിൽ ഞങ്ങൾ നാടകം കളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ആ ഇതിൽ പിന്നെ ഒരു ഈ തോണിയിൽ ഒരു ഇവിടെ മയ്യഴിപ്പുഴ കടന്നു പോകുമ്പോൾ അവിടെ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കുത്തി കീറിയുടെ ആളുകൾ ആ ഫോട്ടോ ഒക്കെ കുത്തി കീറിയിട്ടാണ് അതവിടെ ഇട്ടിരുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് അപ്പോഴത്തേക്കും മറ്റേ ആളുകളെല്ലാവരും വന്നിട്ട് ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് കണ്ടാണ് ഇങ്ങനെ സ്റ്റേജിൽ അവിടെയും കൊണ്ടുവരുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് കയറി. അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഈ ഇവിടേക്ക് പോകുമ്പോൾ ഹാർമോണിയം പെട്ടി കർട്ടൻ സെറ്റൊക്കെ നമ്മൾ തന്നെ ചുമക്കണം. എന്നിട്ട് ഇതെന്താവാന്നാണ് പോവുകയല്ലേ നാട് കണിമക്കൊക്കെ പോകുമ്പോഴേ. അന്നേരം ഈ നാടകത്തിന് പോകുമ്പോൾ ഇംഗ്ലാസ് വിളിച്ചാണോ പോകുന്നത്? ഇംഗ്ലാസ് എന്താ അത് വിളിച്ചിട്ടാ പോവുക. അതെന്തുകൊണ്ടാ? അത് ഭയപ്പെടുത്തുകയാണോ അതിന്റെ ഉദ്ദേശം? അല്ല, ഭയപ്പെടുത്തല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയിക്കട്ടെ പറഞ്ഞുകൊണ്ട് തന്നെ പോകും. അത് ശരി. അന്ന് മുസ്ലിം സദീയം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇല്ല, ദൈവവിശ്വാസം ഇല്ല, മാറ്റി നിർത്തി. ഇപ്പൊ ധാരാളം ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. ഇപ്പൊ എല്ലാ മേഖലയിലുണ്ട്. ഇപ്പോഴും ആ CPM രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയ്ക്കത്തെ ഈ CPM കൂടെ ഇവിടെ സ്ഥാനാർത്ഥിയൊക്കെ ആയി, MLA ഒക്കെ ആയി, ഒരു മന്ത്രിയൊക്കെ ആകേണ്ട ആളായിരുന്നല്ലോ. അതൊന്നും വേണ്ട, അത്രയൊന്നും നമ്മളില്ല. ഇല്ലെങ്കിലും അവർക്ക് പിന്നെ നല്ലൊരു മനസ്സുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ മഹാനായ ആളുകളൊക്കെ ഇവിടെ ഒന്നും ഇല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.